ഇതാണ് ഖത്തറിലെ പൂച്ച, അറബിക് കാറ്റ്. ഇതിൻ്റെ ബ്ലാക്ക്, തൊട്ടടുത്ത് വൈറ്റ് കാണാം. ഇതാണ് ഖത്തറിലെ അൽ മുംതാസ പാർക്ക്. അൽ മുംതാസ പാർക്ക് വലിയൊരു ഏരിയയാണ്. ധാരാളം ആളുകൾ ഇവിടെ വന്ന് മോർണിംഗ് വാക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഈവനിങ് വാക്കിംഗ് അതുപോലെ വൈകുന്നേരം രാവിലെ ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. മൻസൂറ എന്ന സ്ട്രീറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം എയർപോർട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അടുത്താണ് ഇത് വരുന്നത്. ദോഹ സിറ്റിയിൽ ഈ പാർക്കിൽ നല്ല ആളുകൾ, കൂടുതൽ ആളുകളും വാക്കിങ്ങിനും മറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സ്പെഷ്യലായിട്ടുള്ള കിഡ്സ് പ്ലേ ഏരിയകൾ ഇവിടെയുണ്ട്. വളരെ വിസ്തീർണമായിട്ടുള്ള ഈ സ്ഥലം നിറയെ പച്ചപ്പ് കൊണ്ട് അലങ്കൃതമാണ്. നല്ല ഓപ്പൺ ഏരിയയാണ്, നല്ല അറ്റ്മോസ്ഫിയറും കൂടി ഉള്ള ഒരു സ്ഥലമാണ്. ഖത്തറിലെ ദോഹയിലുള്ള ബിൽഡിങ്ങാണിത്. ഈ ഇവിടെയുള്ള ഏരിയയിലെ കംപ്ലീറ്റ് ബിൽഡിങ് നോക്കിയാൽ കാണാം, നല്ല ഗോൾഡൻ കളറാണ്. ഗോൾഡൻ ഒരു റോയൽ ടച്ച് ഗോൾഡൻ കളറാണുള്ളത്. അതിനിടയിൽ പുതുതായി നിർമ്മിക്കുന്ന ഒരു ബിൽഡിംഗ് ഒന്നും കാണാൻ പറ്റുന്നുണ്ട്. ഒരു പ്രത്യേക ഫീലാണ്. ഈ ഏരിയയിലെ കംപ്ലീറ്റ് ബിൽഡിംഗ് ഒരേ മോഡൽ, ഒരേ ഡിസൈനിലാണ്. നമ്മൾ രാവിലെ കാണുമ്പോൾ മറ്റൊരു കളറായിരുന്നു, ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ് കണ്ടോ, സൂപ്പറല്ലേ. ഇതിവിടുത്തെ മൻസൂറയിലുള്ള മറ്റൊരു ബിൽഡിംഗ് ആണ്. എങ്ങനെയുണ്ട്? ഫുൾ ലൈറ്റ് അപ്പിലാണല്ലേ. ഖത്തർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത് ഏകദേശം 5 കിലോമീറ്റർ അടുത്തുള്ള ഒരു സ്ഥലമാണ് ദോഹയിലുള്ള മൻസൂറ എന്ന സ്ഥലം. അതിലെ ചില ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത്. ഏകദേശം എല്ലാ ബിൽഡിങ്ങിനും ഒരേ ഉയരം തന്നെയാണ്. ഒരു 6 നില കെട്ടിടമാണുള്ളത്. എങ്കിലും എല്ലാത്തിനും ഒരേ കളർ കൊടുത്തിട്ട് ഒരേ പാറ്റേണാണുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. അതിനിടയിൽ ഒരു കളർ പാറ്റേൺ ചേഞ്ച് ആയിട്ടുള്ള മറ്റേത് അങ്ങനെ വരുന്നത് വാഹനം ഉണ്ടല്ലോ, അത് എയർപോർട്ടിലേക്കല്ല, മെട്രോയിലേക്ക് പോകുന്ന ബസ്സാണിത്. സ്പെഷ്യൽ മെട്രോയിലേക്ക് പോകാനുള്ള ബസ്സാണ്. ഈ ബസ്സിൽ കയറിയ പൈസ വേണ്ട. ഇത് മെട്രോ ടു നമുക്ക് എവിടെ വെച്ചാൽ അവിടേക്ക് വന്നിറങ്ങാൻ പറ്റും. അതിന് കാർഡ് സ്വൈപ്പ് ചെയ്യേണ്ടതുണ്ട്, പക്ഷേ പൈസ കട്ടാവില്ല. ഓരോ ഏരിയയിലേക്ക് ഓരോരോ ബസ് ഉണ്ടാവും. അത് വേൾഡ് കപ്പിൻ്റെ സമയത്തൊക്കെ ധാരാളം ഉണ്ടായിരുന്ന ബസ്സുകളായിരുന്നു. ഇപ്പോൾ അത് അതേപോലെ ഓടുന്നുണ്ട് ഫ്രീ ആയിട്ട്. പലപ്പോഴും പല ബസ്സിലും ആളുകളൊന്നും ഉണ്ടാവില്ല, അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ദോഹ മൻസൂറ എന്ന സ്ഥലത്തുള്ള ഒരു ചെറിയ പാർക്കാണ്. ഇവിടെ കളിക്കുന്നവരും ചെറിയ കുട്ടികൾ ആക്ടിവിറ്റീസ് ഒക്കെ സ്ഥലമുണ്ട്. ഇവിടെയുള്ള ഫ്ലാറ്റിലെ ആളുകൾക്ക്, കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടാണ് കളിക്കുന്നത്. കുട്ടികളും വലിയവരെല്ലാം കളിക്കുന്ന ഏരിയയാണിത്. ഇരിക്കുന്ന സ്ഥലം കൂടി ഇവിടെ ഉണ്ട് ഇഷ്ടം. ദോഹയിലുള്ള ഒരു കാർപ്പറ്റ് സെൻ്ററാണ്. ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാർപ്പറ്റ് സെൻ്റർ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി നോക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു നോക്കാം. ഇതിൻ്റെ രാത്രി വ്യൂ ആണ് കാണുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ സമ്മതം കിട്ടി. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ലോകത്തിലെല്ലാ കാർപ്പറ്റ് മോഡലും ഇവിടെ ഉണ്ട്. വ്യത്യസ്തമായ ഡിസൈൻ, വലിയ ഡിസൈൻ. ഈ കാർപ്പറ്റ് 4 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുണ്ട്. ഏകദേശം 400-500 റിയാൽ അതിൻ്റെ റേറ്റ് വരുന്നത്. അതേപോലെ അതിനേക്കാളും വലിയ ഒരുപാട് കാർപ്പറ്റ് ഇതിലുണ്ട്. വൈവിധ്യങ്ങളാണ് ഇവിടെയുള്ള കാർപ്പറ്റുകൾ. ഇത് ദോഹയിൽ തന്നെയുള്ള അൽ ഖുബൈബ് സ്ട്രീറ്റിലാണ്. ഇവിടെ നിന്നാണ് മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങ് അകലെ കാണുന്ന അവിടെ ഒരു മെട്രോ സ്റ്റേഷനുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു മെട്രോ സ്റ്റേഷൻ കാണാം. ഭൂമിയുടെ അടിയിലാണ് സ്റ്റേഷൻ വരുന്നത്. ഭൂമിയുടെ അടിയിലൂടെയാണ് ഇവിടെയുള്ള 95% മെട്രോ ഓടുന്നത്. ദോഹയിലെ അൽ ഖുബൈബ് മെട്രോ സ്റ്റേഷൻ, അതിൻ്റെ ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന സ്റ്റേഷൻ്റെ കവാടമാണ് ആ കാണുന്നത്. തൊട്ടടുത്ത് നല്ല നിരനിരയായി കിടക്കുന്ന ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ കാണാം. ഇവിടെ ഒന്നും അധികം ഉയരത്തിൽ മെട്രോ സ്റ്റേഷൻ്റെ ഭാഗത്തൊന്നും ഒരു ബിൽഡിങ്ങും ഇല്ല. അതേസമയത്ത് ദോഹയുടെ മറ്റു ചില ഭാഗത്ത് നല്ല ഉയർന്ന എമ്പമാർന്ന ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റും. ഞാൻ ഈ നിൽക്കുന്ന ഈ പ്രതലം കണ്ടോ, ഇത് വെറും ഒരു റോഡോ അല്ലെങ്കിൽ ഭൂനിരപ്പിൻ്റെ മേലെ ഇൻ്റർലോക്ക് ചെയ്തതല്ല. ഇതിൻ്റെ അടിയിൽ അതിവിശാലമായിട്ടുള്ള തട്ടുകളായിട്ടുള്ള മെട്രോ സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണുള്ളത്. ഈ ഭൂമിയുടെ അടിയിൽ ഏകദേശം 20-30 മീറ്റർ താഴ്ചയിലാണ് മെട്രോ സ്റ്റേഷനും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ സെറ്റപ്പും കൊടുക്കുന്നത്. അതിലേക്ക് താഴേക്ക് ഇറങ്ങി പോകുന്നൊരു കവാടം മാത്രമാണ് ആ കാണുന്നതും. അതേപോലെ ഇങ്ങേ ഭാഗത്ത് അങ്ങ് ദൂരെ കാണുന്നത്, വളരെ ദൂരെ അങ്ങ് കാണാൻ പറ്റും. അത് രണ്ടും
എന്നാൽ ഇതിൻ്റെ അടിയിൽ ഓക്സിജൻ, വെള്ളം, കറണ്ട് എല്ലാം വളരെ അത്ഭുതകരമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ 95% മെട്രോ ഓടുന്നത് തന്നെ ഭൂമിയുടെ അടിയിലൂടെയാണ്. മെട്രോയുടെ തൊട്ടടുത്തൊരു ബിൽഡിങ് നല്ല ചെറുതാണെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പടുകുറ്റൻ മെഷീനുകളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇതിനുള്ളിൽ ഒരുപാട് മെഷീനറികളുണ്ട്.